ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരരെ, സംഖ്യയുടെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നല്ലോ: യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. അനേകർക്ക് ആശ്വാസവും ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണത്തിൻ്റെ അനുഭവവും ബോധ്യവും പകർന്നു നൽകുന്ന ഒരു തിരുവചനമാണല്ലോ നാം ഇപ്പോൾ ശ്രദ്ധിച്ചത്. പഴയ നിയമത്തിൽ യാക്കോബ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിനോട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ഇസ്രായേലിനെതിരെ യാതൊരുവിധ ആഭിചാര ക്ഷുദ്രവിദ്യ പ്രയോഗങ്ങളും ഫലിക്കുകയില്ല എന്നുള്ള വലിയൊരു ഉറപ്പ് ഈ തിരുവചനം നൽകുന്നുണ്ട്. പഴയ നിയമത്തിലെ ഇസ്രായേലിന് കൊടുക്കുന്നതായ സംരക്ഷണം പുതിയ നിയമത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ പുതിയ നിയമ ഇസ്രായേലായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യം. ഈ വചനവുമായി ബന്ധപ്പെട്ടതാനും ആത്മീയചിന്തകൾ നമുക്ക് എടുക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു വചനം പശ്ചാത്തലമായിരിക്കുന്നത് നമുക്കറിയാം. ഇസ്രായേൽ ജനം മൊബാബ് പ്രദേശത്ത് വരുമ്പോൾ ബാലാഖ് എന്ന രാജാവ് ഇസ്രായേലിൻ്റെ ശക്തി കണ്ട് ഭയന്നിട്ട് ബാലാം എന്നുള്ള പ്രവാചകനെ വിളിച്ചു വരുത്തി അവർക്കെതിരെ, ഇസ്രായേൽക്കാർക്കെതിരെ ആഭിചാരം ചെയ്യുവാനായിട്ട്, ക്ഷുദ്രവിദ്യ ചെയ്ത് അവരുടെ ശക്തിയെ കെടുത്തി കളയാനായിട്ട് പരിശ്രമിക്കുന്ന രംഗമാണ് പശ്ചാത്തലം. ബാലാമിനെ വിളിച്ചു വരുത്തി. ബാലാമിന് പ്രവാചകനാണ്, പക്ഷേ സത്യദൈവത്തിൻ്റെ പ്രവാചകനല്ല. എങ്കിലും സത്യദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ബാലാഖ് രാജാവിൻ്റെ വലിയ സ്വാധീന ശക്തിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ പരിതോഷ വാഗ്ദാനങ്ങൾക്ക് മുമ്പിൽ അല്പം വഴങ്ങി ഒരു മനുഷ്യ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ടെന്ന പോലെ വന്നു. ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് ബാലാഖ് നിർത്തിയ മലമുകളിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങനെ പരിശ്രമിച്ചിട്ട് ശപിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതിനു പകരം അനുഗ്രഹത്തിൻ്റെ വചസ്സുകളാണ് വരിക. ഇത് കേട്ട് ശപിക്കാനായിട്ട് താൻ കൂട്ടിക്കൊണ്ട് വന്ന പ്രവാചകൻ തൻ്റെ ശത്രുക്കളായിരിക്കുന്ന ഇസ്രായേൽക്കാരെ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ കുപിതനായ ബാലാഖ് രാജാവ് ബാലാബിനെ ആ മലയിൽ നിന്നിറക്കി അടുത്ത മലയിലേക്ക് കൊണ്ടുപോയി, ഇവിടെ നിന്ന് നോക്കിക്കേ, നിനക്ക് ഇവരെ ശപിക്കാമെന്ന്. അങ്ങനെ രണ്ടാമത്തെ മല, മൂന്നാമത്തെ മല, ആ മൂന്നാമത്തെ പരിശ്രമം പരാജയപ്പെട്ടിട്ട് ബാലാമിനെ കോപത്തോടുകൂടെ തിരിച്ചയക്കുകയാണ്. ഈ മൂന്നാമത്തെ പരിശ്രമത്തിൽ ബാലാം പ്രവാചകൻ ഇസ്രായേലിനെ ശപിക്കാൻ നോക്കിയിട്ട് പറ്റാതെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുമ്പം അവരെക്കുറിച്ച് പരാമർശിക്കുന്ന മനോഹരമായ വചനമാണ് നാം ശ്രദ്ധിച്ചത്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ഇതേപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു ചിന്ത നമ്മൾ എടുക്കേണ്ടത്, ഈ ആഭിചാരം എന്ന് പറയുന്നത് ഉണ്ടോ, ക്ഷുദ്രവിദ്യ എന്ന് പറയുന്നതൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ്. അനേകർക്കുള്ള ഒരു ചിന്ത, ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇല്ല. ആഭിചാരവും ക്ഷുദ്രവിദ്യ ഇതൊക്കെ ചില അന്ധവിശ്വാസങ്ങളാണ്, അല്ലെങ്കിൽ ചില വിജാതിക ചിന്തകളാണ്. ഒരു ശാസ്ത്രീയമായ വെളിച്ചമുള്ള ഉള്ളങ്ങളൊന്നും, അല്ല ആധുനിക കാലത്ത് അറിവുള്ള വ്യക്തികളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അതേപ്പറ്റി പരിഗണിക്കാനോ ഒന്നും യാതൊരു സത്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ചുമ്മാ പഴം കഥകളാണ്, അങ്ങനെ മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ എന്നൊരു ചിന്ത. രണ്ടാമതൊരു ചിന്ത, ഇങ്ങനെ ഒരു കാര്യങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ ക്രൈസ്തവരാണ്, മാമോസ മുങ്ങിയവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ യേശുന്ന വിഷയമല്ല, അതേപ്പറ്റി പരിഗണിക്കേണ്ട ആവശ്യവുമില്ല, ഞങ്ങൾക്കത് പ്രസക്തമേ അല്ല, അവിടെ അങ്ങനത്തെ കാര്യത്തെ ഒരു ചിന്തയെടുക്കാൻ ഞാൻ തയ്യാറല്ല, ഞങ്ങളുടെ യേശുത വിഷയമല്ല. ഇങ്ങനെയുള്ള ഒരു അവഗണനാ മനോഭാവം, ഇത് രണ്ടും ശരിയാണോ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് ആഭിചാരം, ക്ഷുദ്രവിദ്യ മുതലായ പൈശാചിക കർമ്മങ്ങൾ, ഇത് ഉണ്ടോ ഇല്ലയോ? ഇതേക്കുറിച്ച് നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പം വിശുദ്ധ ഗ്രന്ഥത്തിൽ
പല പരാമർശങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് മോശയെ ഫറവോയുടെ പക്കലേക്ക് ഈജിപ്തുകാരുടെ വിമോചകനായിട്ട് അയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന പ്രത്യേകമായി കൃപയുടെ സ്പർശനം കൊടുത്ത ഇടയൻ്റെ വടി, ആ വടിയുമായിട്ട് അയക്കുമ്പോൾ തമ്പുരാൻ പറയുന്നുണ്ട്, ഈ വടിയുമായിട്ട് നീ ഫറവോയുടെ മുന്നിൽ ചെന്നിട്ട് എൻ്റെ ശക്തി പ്രകടമാകുന്ന പോലെ പ്രവർത്തിക്കണം. നമ്മളിപ്രകാരം വായിക്കുകയാണ്, കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞു, ഫറവോ നിങ്ങളോട് ഒരടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹ്റോനോട് നിൻ്റെ വടിയെടുത്ത് ഫറവോയുടെ മുൻപിലിടുക എന്ന് പറയണം. മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹ്റോൻ തൻ്റെ വടി ഫറവോയുടെയും സേവകരുടെയും മുൻപിലിട്ടു. അത് സർപ്പമായി. അപ്പോൾ ഫറവോ വിജ്ഞന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി. തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം തന്നെ ചെയ്തു. അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി. എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഈജിപ്തിലെ ഫറവോയുടെ സദസ്യരായിരിക്കുന്ന മന്ത്രവാദികൾ എങ്ങനെയാണ് മോശ വഴി ദൈവം പ്രവർത്തിച്ച വലിയ അടയാളത്തിന് മുമ്പിൽ തങ്ങളുടെ പൈശാചിക പ്രവൃത്തികൾ വഴി തിരിച്ചൊരു അടയാളം കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. സാമുവേലിൻ്റെ പുസ്തകത്തിൽ സാവൂൾ രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 1 സാമുവേൽ 28-ാമത്തെ അധ്യായത്തിൽ സാവൂൾ രാജാവ് ദൈവത്താൽ തിരസ്കൃതനായി കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം രാജ്യസിംഹാസനത്തിൽ ഇരിക്കുകയാണ്, ഭരിക്കാൻ നോക്കുകയാണ്. പക്ഷേ ദൈവം സാവൂളിന് പകരം ദാവീദിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞ രഹസ്യമായിട്ട് സാമൂൽ വഴിയായിട്ട് സാവൂൾ തമ്പുരാൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഫിലിസ്ത്യരുമായിട്ട് യുദ്ധത്തിന് ഒരുമിടുകയാണ്. പക്ഷേ യുദ്ധത്തിനുള്ള അഭിഷേകം കിട്ടുന്നില്ല, കരുത്ത് കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. സാമുവേൽ മരിച്ച് കടന്നു പോയി കഴിഞ്ഞു. ആ സമയമാകുമ്പോഴേക്കും ഈ അവസരത്തിൽ സാവൂൾ ചെയ്യുന്നത് ഒരു മന്ത്രവാദിനിയുടെ പക്കൽ ചെന്നിട്ട് യുദ്ധത്തിന് പോകണമോ വേണ്ടയോ എന്ന് ഒരു ഉപദേശം ഈ മരിച്ചുപോയ സാമുവേലിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി ചോദിക്കാനായിട്ട് ഒരുപെടുന്നതായ ഒരു രംഗം 1 സാമുവേൽ 28-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മന്ത്രവാദിനികളെയും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ എല്ലാം സാവൂൾ രാജാവ് നേരത്തെ തിരസ്കരിച്ച് നിരോധിച്ച് ബഹിഷ്കരിച്ച് നാട് ശുദ്ധമാക്കിയതാണ്. എങ്കിലും രഹസ്യമായിട്ട് അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു മന്ത്രവാദിനി ആ നാട്ടിൽ ഉണ്ടായിരുന്നു. അവരുടെ പക്കൽ സാവൂൾ താൻ രാജാവാണെന്നുള്ള ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ട് രാത്രിയിൽ തലയെല്ലാം മൂടി ചെന്നിട്ട് ഈ സാമുവേലിനെ വിളിച്ചു വരുത്താനായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മന്ത്രവാദിനി അവരുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു ദേവൻ ഇങ്ങനെ കയറി വരുന്നത് കാണുന്നു. അത് ധരിച്ചിരിക്കുന്ന അങ്കിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴേക്കും ഈ മന്ത്രവാദിനി പറയുകയാണ്, അങ്ങ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് സാവൂൾ രാജാവല്ലേ, എന്നെ അപായപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാവൂൾ പറയും, അല്ല, എനിക്കൊരു സഹായം വേണം, അതുകൊണ്ടാണ്. അങ്ങനെ സാമുവേലിനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നതായിട്ട് സംഭവം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതേക്കുറിച്ച് വിശുദ്ധ പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നത്, മരിച്ചുപോയ വിശുദ്ധനായ പ്രവാചകൻ സാമുവേലിൻ്റെ ആത്മാവിനെ ഒരു ദുർമന്ത്രവാദിനിക്ക് വിളിച്ചു വരുത്താനായിട്ട് സാധിക്കുകയില്ല. അവിടെ കടന്നു വരുന്നത് ഒരു പൈശാചിക അരൂപിയാണ്. ഈ പൈശാചിക അരൂപി വന്ന് ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അവിടെ ഉത്തരം കൊടുക്കുമ്പോൾ സാവൂൾ രാജാവ് ഈ യുദ്ധത്തിൽ മരിക്കും, കൊല്ലപ്പെടും എന്നുള്ള വിവരം പറയുന്നുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുകയാണ്. സാവൂൾ കൊല്ലപ്പെടുകയല്ല, ആത്മഹത്യ ചെയ്ത് അവസാനിക്കാവുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പൈശാചിക അരൂപികൾക്ക് ഇങ്ങനെ മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാർ വഴി, ആഭിചാര പ്രവർത്തനങ്ങൾ വഴി ഇടപെടാനും ഇറങ്ങി വരാനും ചില കാര്യങ്ങൾ മനുഷ്യരുടെ ഭാവിയെ സംബന്ധിക്കുന്നത് വെളിപ്പെടുത്താനും സാധിക്കുമോ എന്നൊരു ചിന്ത നമുക്ക് വേണമെങ്കിൽ തോന്നാം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ആവശ്യത്തിന് സാക്ഷ്യം നൽകുന്നുണ്ട്. പൈശാചിക അരൂപികൾക്ക് മനുഷ്യ അതീതമായ അറിവുകളുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ഖഫർനാമിൽ സിനഗോഗിൽ സാബത്ത് ദിവസം പഠിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി ആ അശുദ്ധാത്മാവ് അലറി വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഈ അശുദ്ധാത്മാവ് ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ഈശോയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതേ ഉള്ളൂ, ആദ്യ ശിഷ്യന്മാരെ കൂട്ടിയിട്ടേ ഉള്ളൂ.
അവർക്കാർക്കും ഈശോ ആരാണെന്ന് ഇതുവരെയുള്ള ഈശോ ശുശ്രൂഷ വഴി അത്ര വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായമാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്. 4-ാമത്തെ അധ്യായത്തിൽ അവസാന വാക്യം ഈശോ അപ്പസ്തലന്മാരെ കൂട്ടി വള്ളത്തിൽ കടലിന് മീതെ കടലിൽ യാത്ര ചെയ്തു പോകുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്ന രംഗം നമുക്കറിയാം. അവിടെ ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ് വള്ളത്തിൽ. അപ്പസ്തലന്മാർ ഭയന്ന് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ എണീറ്റ് അവരുടെ ഭയത്തെ ശാസിക്കുന്നു, വിശ്വാസമില്ല ചോദിച്ചുകൊണ്ട്. എന്നിട്ട് ഈശോ കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞ് അടങ്ങ്, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, വലിയ ശാന്തതയുണ്ടായി. ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ 41-ാം വാക്യം ഇങ്ങനെയാണ് സുവിശേഷകൻ ഈ സംഭവത്തെ പറഞ്ഞ് ഉപസംഹരിക്കുക. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരാണ് എന്നൊരു ചോദ്യം. ഇത് നമ്മൾ ബൈബിളിൽ ആദ്യ ഭാഗങ്ങൾ പ്രത്യേകിച്ചും ആവർത്തിച്ച് അപ്പസ്തലന്മാരുടെ വായിന്നും മറ്റു ആൾക്കാരുടെ വായിന്നും കേൾക്കുന്ന ഒരു വചനം, ഒരു ചോദ്യമാണ്. ഇവൻ ആരാണ്? ഈശോ ആരാണെന്ന് അവർക്കറിയില്ല എന്നതിൻ്റെ സൂചന. അങ്ങനെ ഈശോയെക്കുറിച്ച് എട്ടും പൊട്ടും ചുറ്റുമുള്ള ആൾക്കാർക്ക് അപ്പസ്തലന്മാർക്ക് ഉൾപ്പെടെ അറിയത്തില്ലാതിരിക്കുന്ന അവസ്ഥയിലും ഈ പൈശാചിക അരൂപികൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ശരിയാണ് താനും. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അനേകം പിശാചുക്കളെ അവൻ പുറത്താക്കി, പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നു കൊണ്ട് സംസാരിക്കാൻ അവൻ അനുവദിച്ചില്ല. അപ്പോൾ പിശാചുക്കൾക്ക് ഈശോയെ അറിയാമായിരുന്നു. ആ അറിവ് ശരിയാണെന്ന് ഈശോയ്ക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ഈശോ അവരെ സംസാരിക്കാനായിട്ട് അനുവദിച്ചില്ല നമ്മൾ വായിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 3-ാമത്തെ അധ്യായത്തിൽ 11-12 തിരുവചനങ്ങളിൽ അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് മനുഷ്യ അതീതമായ അറിവുകൾ പൈശാചിക അരുവികൾക്ക് സ്വായത്തമാണ്, ലഭ്യമാണ്. അതുകൊണ്ട് അവയുടെ സഹായം തേടുന്ന മന്ത്രവാദികളും അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ആൾക്കാർക്കും ഈ പൈശാചിക അരുവികളുടെ സഹായം ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി പറയാനായിട്ട് സാധിക്കും. അപ്പസ്തല പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഫിലിപ്പിയിൽ പൗലോസും സീലാസും ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിൽ നഗരത്തിലൂടെ പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച അടിമ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. അപ്പസ്തല പ്രവർത്തനം 16 തിരുവചനങ്ങളിൽ 17-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെയാണല്ലോ വായിക്കുന്നത്, അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്, അവർ നിങ്ങളുടെ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പൗലോസിനെയും സീലാസിനെയും പറ്റി വളരെ ശരിയാണ്. അവൾ ആദ്യമായിട്ട് ഇവരെ കാണുന്നത്, ആ നാട്ടിൽ ആർക്കും ഇവരെ അറിഞ്ഞുകൂടാ. എന്നിട്ടും ഈ പെൺകുട്ടിക്ക് ഇവരെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നു. അത് അവളിലുള്ള ഈ പൈശാചിക അരൂപിയുടെ സഹായം വഴിയായിട്ടാണ്. അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കണം, പൗലോസ് അതിന് അസഹ്യം തോന്നിയിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അരൂപിയെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ തിന്മയുടെ അരൂപികൾ വഴി പല കാര്യങ്ങളും ഇങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടുന്ന സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥം തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ അപ്പസ്തല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പൈശാചിക മാന്ത്രിക വിദ്യകൾ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന, അതിൽ ഏതാണ്ട് വിജയകരമായി നടത്തിയിരുന്ന എന്ന് നമുക്ക് കരുതാവുന്ന പല വ്യക്തികളെയും നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൽ 9 തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശമരിയായിൽ ഫിലിപ്പോസ് സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്, മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശെമയോൻ എന്നൊരു ആ നഗരത്തിലുണ്ടായിരുന്നു. അവന് വലിപ്പം ഭാവിച്ച് സമര്യ ദേശത്തെ വിസ്മയിപ്പിച്ചു. ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. അവർ പറഞ്ഞു, മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ. ദീർഘകാലമായി മാന്ത്രിക വിദ്യ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോകുന്നത്. അങ്ങനെ മാന്ത്രികനായ ശെമയോനെക്കുറിച്ച് ശമര്യായിൽ അവൻ്റെ മാതൃക നടത്തിയ ആൾക്കാരെയൊക്കെ വിശ്വാസത്തിലെടുത്ത് നീങ്ങിയിരുന്നൊരു വ്യക്തിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പസ്തലൻ പാഫോസ് എന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സെർജ്യൂസ് പൗളൂസിൻ്റെ സദസ്യനായിരുന്ന ഒരു ബർ യേശു എന്ന് പേര് പറയുന്ന ഒരു മാന്ത്രികനെ പറ്റി പരാമർശനമുണ്ട്. ഈ സെർജ്യൂസ് പൗളൂസ് അദ്ദേഹം പൗലോസിൻ്റെ വാക്ക് കേട്ട് ഈശ്വര വചനം സ്വീകരിക്കാനായിട്ട് താല്പര്യമെടുക്കുമ്പോൾ
ഈ മന്ത്രവാദി അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അത് നിരുത്സാഹപ്പെടുത്തുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്, മാന്ത്രികനായ എലിമാസ് വിശ്വാസം എന്ന ഉപസ്ഥാനപതിയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ തടഞ്ഞു. പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു, സാത്താൻ്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതെന്ന് വിരമിക്കുകയില്ലേ? ഇതാ കർത്താവിൻ്റെ കാര്യം ഇപ്പോൾ നിൻ്റെ മേൽ പതിക്കും, നീ അന്ധനായിത്തീരും എന്ന് പറഞ്ഞ് ശകാരിക്കുന്നുണ്ട്. അപ്പോൾ മാന്ത്രിക വിദ്യ ചെയ്യുന്ന ഈ ബർ യേശു, യേശുവിൻ്റെ പുത്രൻ ബർ യേശു എന്ന് അവകാശപ്പെട്ട് നിൽക്കുന്ന ഈ മാന്ത്രികൻ, ആ മന്ത്രികനെ പക്ഷേ പൗലോസ് സംബോധന ചെയ്യുമ്പോൾ സാത്താൻ്റെ സന്താനമെന്ന് വിളിക്കുകയാണ്. ബർ സെയ്റ്റൻ, ബർ സാത്താൻ എന്ന് പറയുകയാണ്. സാത്താൻ്റെ സന്താനമാണ്. അപ്പോൾ മാന്ത്രിക വിദ്യ സാത്താൻ്റെ ഒരു പ്രവൃത്തിയാണ്, പൈശാചികമാണ്, ദൈവത്തിൻ്റെ തടസ്സം വിരുദ്ധമാണത്, ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ് എന്നൊരു സൂചന അവിടെ കാണുകയാണ്. ഒരു വചനഭാഗം കൂടെ നമുക്കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസിൽ ശുശ്രൂഷയ്ക്കായിട്ട് എത്തുമ്പോൾ അവിടെ പൗലോസിനെ അനുകരിച്ചുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു പറഞ്ഞുകൊണ്ട് പിശാചുക്കളുടെ മേൽ ഈ പൈശാചിക ബഹിഷ്കരണം നടത്തിയിരുന്ന പല യഹൂദരും ഈശോയുടെ നാമത്തിൻ്റെ ശക്തി പരീക്ഷിച്ച് നോക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. സ്കേവയുടെ 7 പുത്രന്മാരെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ സ്കേവയുടെ 7 പുത്രന്മാർ അങ്ങനെ ചെയ്തപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി ഇവരെ തിരിച്ചാക്രമിച്ച് അവർ ആ വീട്ടിൽ നിന്നും മുറിവേറ്റ് നഗ്നരായി ഓടിപ്പോകുന്ന രംഗം. ഇത് കേട്ട് എഫേസോസിലും പരിസരത്തുമുള്ള യഹൂദരും ഗ്രീക്കുകാരും എല്ലാവരും ഈശോയുടെ നാമത്തിൻ്റെ കരുത്ത് ബോധ്യപ്പെട്ടു. തുടർന്ന് നമ്മൾ വായിക്കുകയാണ് 18 മലവാക്യങ്ങളിൽ, കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയെന്ന് അനേകം ആളുകൾ തങ്ങളുടെ ഗന്ധച്ചുരുൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന് ശക്തി വെളിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ വിപുലമായ രീതിയിൽ ഇത്രയധികം പണം മുടക്കി അതിനുള്ള ഗ്രന്ഥ ചുരുളുകളും ഗ്രന്ഥശേഖരങ്ങളും ഒക്കെയായിട്ട് അനേകർ ചെയ്തിരുന്ന ഒരു പരിപാടിയായിട്ട് ഒരു പ്രവൃത്തിയായിട്ട് ഈ ക്ഷുദ്രപ്രയോഗകാര്യത്തെ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പൈശാചികമായ ഈ മാന്ത്രിക വിദ്യയുടെ അനേക സംഭവങ്ങൾ സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ, അതിനപ്പുറം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം തിന്മയുടെ ശക്തി നന്മയുടെ ശക്തിക്കെതിരെ വളരെ ശക്തമായിട്ട് നിരന്തരം എന്നോണം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ വിശകലനത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ ഈ സെഷനിൽ ഇപ്പം നമുക്ക് സാഹചര്യമില്ല. ഒരു കാര്യം മാത്രം ഒരു സാക്ഷ്യം ആയിട്ട് റോമാരൂപതയുടെ എക്സോസിസ്റ്റ് ആയിരുന്ന ഗബ്രിയേലി അമോർത്ത് അച്ഛനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടല്ലോ. അദ്ദേഹം ദിവംഗതനായിട്ട് 1-2 വർഷമായി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ആൻ എക്സോസിസ്റ്റ് ടെൽസ് ഹിസ് സ്റ്റോറി, രണ്ടാമത്തെ ഒരു പുസ്തകം ആൻ എക്സോസിസ്റ്റ് മോർ സ്റ്റോറീസ്. അതിൻ്റെ മലയാള വിവർത്തനങ്ങൾ ഷാലോമിൽ നിന്നും ഒരു ഭൂതോച്ചാടകൻ്റെ അനുഭവക്കുറിപ്പുകളിൽ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പുസ്തകത്തിൽ ഈ അച്ഛൻ പങ്കുവെക്കുന്നതായ ഒരു കുഞ്ഞു സംഭവം. ഇത് വലിയ ആധികാരികമായിട്ട് ഞാൻ പറയുകയല്ല, പക്ഷേ ഇങ്ങനെ അറിയപ്പെടുന്ന ഉത്തരവാദിത്വത്തോട് ശുശ്രൂഷ ചെയ്തൊരു അച്ഛൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം നമുക്ക് തീരെ അവഗണിക്കാവുന്നതുമല്ല. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്, എ ഡോക്ടർ ഇൻ എ റോമൻ ഹോസ്പിറ്റൽ who among other things practiced magic arts kept harassing a young nun who worked with him as a nurse. റോമിലുള്ള ഒരു ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറെ പറ്റി പറയുകയാണ്. അദ്ദേഹം ഡോക്ടർ ജോലിക്കൊപ്പം പൈശാചിക മാന്ത്രിക വിദ്യകൾ പരിശീലിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരിയായ സിസ്റ്ററുണ്ട്, നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സിസ്റ്ററാണ്. One evening, when she returned to her locked room, she found that a cat had managed to get inside. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഈ സിസ്റ്റർ തൻ്റെ ക്വാർട്ടേഴ്സിൽ തൻ്റെ മുറിയിലേക്ക് എത്തുമ്പോൾ മുറി തുറന്ന് അകത്ത് കയറുമ്പോൾ അവർ കാണുന്നത് ഈ മുറിക്കകത്ത് ഒരു പൂച്ച. She tried to chase it out the door, but it avoided her, running around the room. ഈ പൂച്ചയെ ഓടിച്ച് പുറത്ത് വിടാൻ, കാരണം അങ്ങനെ പൂച്ചയെ അവർ വളർത്തുന്നില്ല, ആശുപത്രിയാണത്, ആശുപത്രിയിൽ ആരും പൂച്ച വളർത്തുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ എങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ, മുറിക്കകത്ത് പക്ഷേ അന്ന് ഒരു പൂച്ചയുണ്ട്.
ഈ പൂച്ച ഇറക്കി വിടാനായിട്ട് നോക്കുകയാണ്. പക്ഷേ അത് അവർ ഇറക്കി വിടാൻ നോക്കുമ്പം അത് ഇറങ്ങി പോകുന്നതിന് പകരം മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയും ചാടിയും കട്ടിലിൻ്റെ കീഴിൽ അല്ലെ മേശയുടെ കീഴിൽ അലമാരുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. ദി എക്സാസ്പെറേറ്റഡ് നൺ ഫൈനലി ത്രൂ ഹെർ കീസ് അറ്റ് ഇറ്റ് ആൻഡ് അറ്റ് ലാസ്റ്റ് ദ ക്യാറ്റ് ഫ്ലഡ് ബ്ലീഡിങ് ഫ്രം എ വൂണ്ട്. മടുത്ത് ഈ സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്. തൻ്റെ കയ്യിലിരുന്ന താക്കോൽ കൂട്ടം അതാണ് കൈയിരിക്കുന്നത്. ഈ പൂച്ചയെ നേർക്ക് നേരെ കാണാൻ പറ്റിയ ഒരു അവസരത്തിൽ ആ പൂച്ചയുടെ നേർക്ക് ഈ താക്കോൽ കൂട്ടം വെച്ച് ആഞ്ഞ് എറിഞ്ഞു. ആ ഏറ് കൊണ്ടു പൂച്ചയുടെ മൂക്കേൽ അല്ലെങ്കിൽ നെറ്റിയിൽ ചുണ്ടയിൽ താക്കോൽ കൊണ്ട് മുറിഞ്ഞ് ചോര ഒലിപ്പിച്ചുകൊണ്ട് പൂച്ച പുറത്ത് ചാടി രക്ഷപ്പെട്ടു. അപ്പോൾ സിസ്റ്റർ കഥ കടച്ചു, വിശ്രമിക്കാൻ കയറി. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് വർക്ക് ഷീ റാൻ ഇൻ ടു ദ ഡോക്ടർ. അടുത്ത ദിവസം ജോലിക്കായിട്ട് ആശുപത്രി ചെന്നപ്പോൾ ഈ സിസ്റ്റർ ഈ ഡോക്ടറുടെ പക്കൽ മുഖാമുഖം കണ്ടുമുട്ടി. ഹി ഹാഡ് വൺ ബാൻഡേഡ് ഓൺ ഹിസ് നോസ് ആൻഡ് വൺ ഓൺ ഹിസ് അപ്പർ ലിപ്പ്. ഈ ഡോക്ടറുടെ മുഖത്ത് ഇതേ പതിവിന് വിരുദ്ധമായി പതിവില്ലാതെ ഒരു ചെറിയ ബാൻഡേഡ് കെട്ടിയിട്ടുണ്ട്. ഒന്ന് മേൽച്ചുണ്ടയിൽ, മറ്റ് ഒന്ന് മൂക്കേൽ മുറിഞ്ഞത് വെച്ച് കെട്ടിയിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻ ഡോക്ടർ? ഷീ ആസ്ക്ഡ് ഹിം. എന്ത് പറ്റി സാറേ? സിസ്റ്റർ ചോദിച്ചു. യു ഡിഡ് ദിസ് ടു മീ വിത്ത് യുവർ കീസ് വാസ് ദി ആൻസർ. നീയാണിത് ചെയ്തത് ഇന്നലെ നിൻ്റെ താക്കോൽ വെച്ച്. ഇതായിരുന്നു മറുപടി. ദിസ് ഇൻസിഡൻറ്റ് ഈസ് വെൽ ഡോക്യുമെൻറ്റഡ് ബൈ വിറ്റ്നസ്സസ് ബട്ട് ഐ ഹാവ് നോ ഈസി എക്സ്പ്ലനേഷൻ. ഈ സംഭവം നന്നായിട്ട് രേഖകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവമാണ് എന്ന് അച്ഛൻ അവിടെ എടുത്തു പറയുകയാണ്. അച്ഛൻ ഈ പുസ്തകത്തിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരിടത്തും തന്നെ ഇങ്ങനെ ഒരു അടിവരയിടിയിൽ ചെയ്യുന്നില്ല. കാരണം അച്ഛനറിയാം ഈ സംഭവം പങ്കുവെക്കുമ്പോൾ ഇത് വായിക്കുന്ന ആൾക്കാർ, കേൾക്കുന്ന ആൾക്കാർ നെറ്റി ചുളിക്കും. ഇത് വല്ലതും ശരിയാണോ? അച്ഛന് തോന്നിയതായിരിക്കും, അല്ല വല്ലതും പറഞ്ഞു കേട്ടതായിരിക്കും. അങ്ങനെ ഒരു അവിശ്വസിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അച്ഛൻ തന്നെ ഒരു സെൻറ്റൻസ് അവിടെ ഈ പുസ്തകത്തിൽ എടുത്തു ചേർത്തിരിക്കുകയാണ്. ദിസ് ഇൻസിഡൻറ്റ് ഈസ് വെൽ ഡോക്യുമെൻറ്റഡ് ബൈ വിറ്റ്നസ്സസ് ബട്ട് ഐ ഹാവ് നോ ഈസി എക്സ്പ്ലനേഷൻ. കൃത്യമായ സാക്ഷികൾ ഇതിനുണ്ട്. പക്ഷേ എനിക്ക് ഒരു വളരെ എളുപ്പത്തിലുള്ള വിശദീകരണം ഒന്നും തരാനായിട്ട് ഇല്ല. അച്ഛൻ തുടരുകയാണ്. എന്നിട്ട് ഐ ബിലീവ് ദാറ്റ് ത്രൂ എ കേസ് the doctor wanted to spy on or frighten the nun. This time, as occasionally happens, the case fell back on him. ഞാൻ കരുതുന്നു ഈ ഡോക്ടർ ഈ സിസ്റ്ററിനെ ഏതെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്യാൻ, അസ്വസ്ഥപ്പെടുത്താൻ, പേടിപ്പിക്കാൻ, ഭീഷണിപ്പെടുത്താൻ ഒക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ഇപ്രാവശ്യം പലപ്പോൾ സംഭവിക്കാറുള്ളത് പോലെ അത് തിരിച്ചു കിട്ടി. ഇങ്ങനെ ഒരു സംഭവം ഈ ഗബ്രിയേലി അമോർത്തച്ഛൻ ഇൻ്റർനാഷണലി അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിനകത്ത് ചേർക്കണമെങ്കിൽ അദ്ദേഹത്തിനെ സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിന് അതുപോലെ ബോധ്യപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഒരു സിസ്റ്ററിൻ്റെ മുറിക്കകത്ത് ഇങ്ങനെ ഒരു കൊച്ചു ജീവിയെ വരുത്താൻ സാധിക്കുക, അതിലിട്ട് കൊടുത്ത ഒരു ഏറ്, അതിനുണ്ടായ ഒരു മുറിവ് പിറ്റേ ദിവസം കടന്നു വരുന്ന ഡോക്ടറുടെ മൂക്കയിലും ചുണ്ടയിലും കാണുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ആരാണേലും ഇത് കേൾക്കുമ്പോൾ നെറ്റ് ചൊളിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ബൈബിളിൽ തന്നെ കണ്ടതായ കുറേ ഈ മാന്ത്രിക ആഭിചാര ക്ഷുദ്രവിദ്യ സൂചനകൾ അതിൻ്റെ ഒരു ആനുകാലിക തലത്തിലേക്ക് ഇറങ്ങുമ്പം ഒരു അനന്തമായ വിവരണങ്ങൾ സംഭവങ്ങൾക്ക് അവിടെ ഇവിടെയുണ്ട്. അടുത്ത കാലത്ത് വാട്സാപ്പിൽ വന്ന ഒരു വീഡിയോ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കത്തോലിക്ക ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഒരു പങ്കുവെക്കൽ, ഒരു കേസ് അന്വേഷണത്തിൽ ഈ മലബാർ ഭാഗത്ത് എവിടെയോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ കൊലപാതക കേസ് തെളിയിക്കാനായിട്ടൊരു മാർഗമില്ലാതെ വിഷമിക്കുമ്പം ആഭിചാരം ചെയ്യുന്ന ഒന്നിൻ്റെ പ്രത്യേക വ്യക്തികളെ സഹപ്രവർത്തകരുടെ അനുവാദത്തോടുകൂടെ സഹകരണത്തോടെ വിളിച്ചു വരുത്തി ഈ മരിച്ചുപോയ ആളിനെ വിളിച്ചു വരുത്തി സംസാരിക്കാൻ നോക്കുന്നതായിട്ട് പങ്കുവെക്കൽ ഒരു വീഡിയോ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൻ്റെ യാഥാർത്ഥ്യം എന്താ, സത്യാവസ്ഥ എന്താ എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് എളുപ്പമല്ല പറയാൻ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു ഹിപ്നോട്ടിസമാണോ. പക്ഷേ അത് പറയുന്നത് ഈ മരിച്ചുപോയ ആളിൻ്റെ മകൻ്റെ മേൽ അവർ ഈ ആഭിചാര പ്രവൃത്തി ചെയ്തിട്ട് ഈ മരിച്ചുപോയ ആളിൻ്റെ ആത്മാവ് ഈ വ്യക്തിയിലൂടെ വെളിപ്പെട്ടിട്ട് ആരാണ് തന്നെ ആക്രമിച്ചതോ കൊന്നത് എന്ന് അവിടെ വെളിപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു വിട്ടു. അത് വെച്ച് പോലീസുകാർ ആ രാത്രി തന്നെ പോയി ഈ കൊലപാതകികളെ അന്വേഷിച്ച് കണ്ടെത്തി അറസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് കേസ് വിജയകരമായിട്ട് സമാപിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതൊക്കെ നമുക്ക് നെറ്റിച്ചുളിവ് ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ നമ്മൾ ആത്മീയമായ തലങ്ങളെക്കുറിച്ച് ഭൗതിക തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു തലം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
അതിൻ്റെ എല്ലാ ഉള്ളുകൊള്ളുകളും കാര്യങ്ങളും നമുക്ക് തിരിഞ്ഞെന്ന് വരികയില്ല. ഈ വിചിന്തനത്തിൽ യാക്കോബിനെതിരെ ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല എന്നുള്ള വചനം നമ്മൾ ധ്യാനിക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. അതേപറ്റി ഒരു കാര്യം നമ്മളിപ്പോൾ എടുക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള ആഭിചാര പ്രവർത്തികളും ക്ഷുദ്രവിദ്യകളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട്. അത് ബൈബിളിൻ്റെ കാലഘട്ടത്തിൽ മോശയുടെ കാലം മുതൽ രേഖപ്പെടുത്തപ്പെട്ട അനുഭവങ്ങളുണ്ട്. 2 പ്രായോഗിക ചിന്തകൾ ഒന്ന് സൂചിപ്പിച്ച് ഞാൻ ഈ പങ്കുവെക്കൽ സമാപിക്കുകയാണ്. ഒന്ന്, നമ്മൾ അതിസ്വാഭാവികമായ ചില സിദ്ധികൾ ആൾക്കാരിലൂടെ പ്രകടമാകുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെതാണ് നമ്മൾ എപ്പോഴും വിചാരിക്കരുത്. പൈശാചിക അരുവികൾക്കും നമ്മളെ സംബന്ധിച്ച പല ഭാവി കാര്യങ്ങളും അല്ല മറിഞ്ഞിരിക്കുന്ന കാര്യം, ആർക്കും അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് കയറിയിരുന്ന നാടോടികളൊക്കെ വീട്ടിൽ വന്ന് കയറി നമ്മുടെ നേരെ മുഖത്തോട്ട് നോക്കി, അമ്മ അപ്പാ നിങ്ങളുടെ വീട്ടിൽ ഇന്ന പ്രശ്നമില്ലേ, ഇങ്ങനെ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടപ്പില്ലേ, ഇന്നൊരു അക്കിട് പറ്റിയിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മളവരെ കൈ കൂപ്പി പിടിച്ച് കൈ കോർത്ത് കൈ പിടിച്ച് കയറ്റി അകത്തിരുത്തി അവിടെ മുമ്പിൽ ഉള്ളുകൊണ്ട് തുറക്കുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എവിടെയെങ്കിലും പ്രാർത്ഥനയും ഗിഫ്റ്റും ഉണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അതായത് ആത്മീയത എന്താ, സഭയുള്ള ബന്ധം എന്താ ചിന്തിക്കാതെ അവിടെ പോയ കാര്യങ്ങൾ അറിയാം, കൃത്യമായിട്ട് പറയുന്നവരെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും പോയി നമ്മുടെ ഉള്ളു തുറക്കാനും പ്രാർത്ഥന മേടിക്കാനും പോകുന്നൊരു അപകടവും ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നറിയിപ്പ്, അപകടത്തെക്കുറിച്ച് ഈ യാഥാർത്ഥ്യം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള തിന്മയുടെ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഇതിൻ്റെ എല്ലാ നടുവിൽ ദൈവമക്കൾക്കൊരു സംരക്ഷണം ഉണ്ട് എന്നുള്ളതാണ്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. അതൊരു വചന വാഗ്ദാനമാണ്. യാക്കോബ് ദൈവം കൂടെയുള്ള വ്യക്തിയാണ്, ദൈവത്തിൻ്റെ ജനമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ജനമായിട്ട് നീങ്ങുന്നിടത്തോളം കാലം നമുക്കെതിരെ ഇങ്ങനെയുള്ള ആഭിചാര പ്രവർത്തികൾ ഏശുകയില്ല എന്നൊരു വലിയ സംരക്ഷണത്തിൻ്റെ ഉറപ്പും വചന വാഗ്ദാനം ഇവിടെ നമുക്കുണ്ട്. ലൂക്കാ 10:10 പറയുന്ന പോലെ, ഇത് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ആ ഒരു സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അല്പം കൂടെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമുക്ക് പിന്നീട് അവസരം ചിന്തിക്കാം. ഈ സംരക്ഷണം നമുക്ക് വ്യവസ്ഥയില്ലാത്ത ഒന്നല്ല, ദൈവത്തോട് ചേർന്ന് നമ്മളായിരിക്കുമ്പം, ദൈവത്തിൻ്റെ പ്രിയ ജനമായിട്ട് നടക്കുമ്പോൾ മാത്രം നമുക്ക് അനുഭവമായിട്ട് മാറുന്ന ഒരു കാര്യമാണ് ഈ സംരക്ഷണം എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമുക്ക് ഈ സമയം ഒരു നിമിഷം ഒന്ന് തിരുസന്നിധിയിൽ കേട്ട കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഉള്ളങ്ങളെ അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് ചേർക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നില്ലാത്ത, ഞങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമല്ലാത്ത, ഞങ്ങൾക്ക് പലപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അങ്ങയുടെ വിശുദ്ധ ഗ്രന്ഥം ഞങ്ങൾക്ക് സൂചന തരുന്നുവല്ലോ. മാന്ത്രിക വിദ്യയും ആഭിചാര കർമ്മങ്ങളും ക്ഷുദ്ര പ്രയോഗങ്ങളും അവയിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക അരുവികളെക്കുറിച്ച് ഈ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് വ്യക്തത തന്നു. ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിക്ക് അത് അത്ര എളുപ്പമായിട്ട് തോന്നുന്നില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള പല വ്യക്തികളിലും അല്ലെങ്കിൽ സങ്കേതങ്ങളിലും പ്രവർത്തിക്കുന്ന അസാധാരണമായ ആത്മീയമായ നിറവും അവകാശവാദങ്ങളുമുള്ള പല പ്രവർത്തന വേദികളിലും വ്യക്തികളിലും പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ പൈശാചിക അരൂപിയാണോ തിരിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് അങ്ങേക്ക് ബോധ്യം നൽകുകയായിരുന്നല്ലോ. ഒപ്പം നല്ല ദൈവമേ, യാക്കോബിന് അങ്ങ് ആ ഒരു പ്രവാചകൻ്റെ അധരം വഴി കൊടുത്ത സംരക്ഷണ വാഗ്ദാനം ലൂക്കാ 10:19 വഴി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന യാതൊരു തിന്മയും നിങ്ങളെ ഏശുകയില്ല, ഉപദ്രവിക്കുക എന്നുള്ള ഈശോയുടെ വചന വാഗ്ദാനം ഞങ്ങളത് ഉറപ്പോടുകൂടെ സ്വീകരിക്കുന്നു. അതിൻ്റെ തന്നിലേക്ക് ഞങ്ങൾ തന്നെ ചേർത്ത് വെക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ജാഗ്രതയോടെ നീങ്ങുവാനും അങ്ങയുടെ സംരക്ഷണം തരുന്നതിന് അനുഭവിച്ചുകൊണ്ടായിരിക്കണം കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ എളിയ ദാസനും കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗവും നോണ്ടിരൂപ ധ്യാനകേന്ദ്രത്തെ നിയമനാധികാരം അനുസരിച്ചും ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ദൈവരാജ്യ രഹസ്യങ്ങൾക്ക് ഉള്ളു തുറന്ന് കാതോർത്ത് കർത്താവെ അവയുടെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ടായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിന് കരമുയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. സകലവിധ ആഭിചാര മന്ത്രവാദ ക്ഷുദ്രപ്രയോഗ പൈശാചിക പരിപാടികളിൽ നിന്ന് പ്രവർത്തനങ്ങൾ സ്വാധീനങ്ങളിൽ നിന്നും അങ്ങയുടെ വചനത്തിൻ്റെ കരുത്തിനാലും അങ്ങയുടെ കുരിശിൻ്റെ മുദ്രയാലും തിരുരക്ത യോഗ്യതയാലും ഈ മക്കൾ ഓരോരുത്തരും സംരക്ഷിതരായിട്ട് ഭാവിക്കട്ടെ. അങ്ങയുടെ സംരക്ഷണം വിട്ട് കർത്താവെ പോകുവാനുള്ള അപകടം ഞങ്ങൾക്ക് ഒരു വ്യക്തിക്ക് പോലും ഒരു നിമിഷം പോലും ഉണ്ടാവാതിരിക്കട്ടെ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.